ഞാൻ പറഞ്ഞോ നിങ്ങളോട് അവിടെ പോയി എനിക്ക് കല്യാണം ആലോചിക്കാൻ പറഞ്ഞോന്ന്? ഒച്ചയിൽ അലറുകയായിരുന്നു അവൾ. അഭിനയ, നിയമോളെ, അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അവളെ ഒന്ന് സമാധാനപ്പെടുത്താനായി അമ്പിയും രാമചന്ദ്രനും കുറേ നേരമായി ശ്രമിക്കുന്നു. നിങ്ങൾ എന്തുദ്ദേശിച്ചാണെന്നും എനിക്കറിയണ്ട. ഇതായിരുന്നോ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്? മോളെ, അത് പിന്നെ ഇങ്ങനൊരു ആലോചന നിൽക്കുമ്പോൾ അവർ പെണ്ണുവീട്ടുകാരല്ലേ, അപ്പോൾ നമ്മൾ പറയുന്നത് അവരനുസരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാ ഞാൻ. എന്നിട്ട് അച്ഛൻ പോയി പറഞ്ഞത് അവർ കേട്ടോ? ഇല്ലല്ലോ. ഏട്ടനെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? രാവിലെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാ, വേണ്ടാന്ന്, നിന്നോട് ആലോചിക്കാതെ ഒന്നും ചെയ്യണ്ടാന്ന്. പിന്നെയൊന്ന് ചോദിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടെ പോയത്. തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് പോലെ അമ്പി പറഞ്ഞു. അല്ല മോളെ, ഇതൊരു ആലോചനയായി മുൻപോട്ട് പോകുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഈ വളഞ്ഞ വഴിയൊന്നും നോക്കേണ്ടല്ലോ നമുക്ക്. ഇതൊരു ആലോചനയായി മുൻപോട്ട് പോവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊരു വഴി നോക്കിയത്. എന്നെ വേണ്ടെന്ന് പറയാൻ ദർശന് ഒരു നിമിഷം പോലും വേണ്ടി വരില്ല, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ നിങ്ങൾ? നോക്കിക്കോ, ഇതിൻ്റെ പേരിൽ അവരാ ആലോചന പോലും വേണ്ടെന്ന് വെക്കും. ദേഷ്യം തീരാതെ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് അവൾ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. മോളെ, നീ ഇങ്ങനെ ഓരോന്നും ചെയ്ത് അപകടം വരുത്തി വെക്കല്ലേ. അവൾ കാട്ടിക്കൂട്ടുന്നത് കണ്ട് അമ്പിക്ക് പേടിയായി തുടങ്ങി. അപകടം പറ്റട്ടെ, മരിച്ചു പോട്ടെ ഞാൻ. ദർശനില്ലാതെ, ദർശനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും പറയലേ മോളെ, അതിനു മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെ സമാധാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനൊരു ആലോചന മുന്നോട്ട് വെച്ചതിനെ പറ്റി നിനക്കൊന്നും അറിയില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിയ അമ്പിയൊന്ന് നോക്കി. അവൾ ശാന്തമായി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അമ്പി പിന്നെയും പറഞ്ഞു, അതേ മോളെ, നിനക്ക് ആലോചന നോക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വാക്ക് അവരോട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ആലോചനയെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അവരോട് പറഞ്ഞത് സത്യമല്ലേ? ആ അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു അവരുടെ അടുത്ത്. അവൾ ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് തുടർന്നു. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഇനി എന്നോട് ചോദിക്കാതെ ഒരു തീരുമാനങ്ങളും എടുത്തു പോകരുത് ഈ കാര്യത്തിൽ. പറയുന്നത് അച്ഛനോടാണെന്ന് പോലും ഓർക്കാതെ ഒച്ചയെടുത്ത് വാശിയിലും ദേഷ്യത്തിലുമാണ് അവൾ പറഞ്ഞത്. ഇല്ല മോളെ, ഇല്ല, ഇനി മോളോട് ആലോചിക്കാതെ അച്ഛനൊന്നും ചെയ്യില്ല. അതിന് മറുപടി പറയാൻ നിൽക്കാതെ അവൾ ആ മുറി വിട്ടിറങ്ങി. ഡെയ്സി, ഡെയ്സി. ആ ഓഫീസ് അടിച്ചു വാരാനും സ്റ്റാഫുകൾക്ക് ചായ വയ്ക്കാനും മറ്റു സഹായത്തിനുമായി നിൽക്കുന്ന ചേച്ചിയാണ് ഡെയ്സി. 50 പ്രായമുണ്ട് അവർക്ക്. എന്താ മേഡം? എൻ്റെ ക്യാബിൻ ഒന്ന് ക്ലീൻ ചെയ്യണം, ഞാൻ വരുമ്പോഴേക്കും. ശരി. എന്നെ നോക്കി ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പോയി പറഞ്ഞ പണി ചെയ്യേ. അവരോട് ഉറക്കെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് കാർ പാർക്കിങ്ങിലേക്ക് നടന്നു അവൾ. ചേച്ചി മേഡത്തിനേക്കാൾ എത്രയോ വയസ്സിന് മൂത്തതാണ് ചേച്ചി. അല്പ ബഹുമാനം തന്ന് സംസാരിച്ചൂടെ? നീയ പറഞ്ഞത് പിടിക്കാത്തതുപോലെ അക്കൗണ്ടിലെ രേഷ്മ ഡെയ്സിയോടായി പറഞ്ഞു. പതുക്കെ പറ, ഇനി നീ പറഞ്ഞത് അച്ഛനും മോനും കേട്ടിട്ട് വേണം എനിക്ക് കിട്ടിയതിൻ്റെ ബാക്കി നിനക്ക് കിട്ടാൻ. രേഷ്മ പിന്നെ ഒന്നും മിണ്ടിയില്ലെങ്കിലും നീ എത്ര അഹങ്കാരിയാണെന്ന് അവൾ മനസ്സിലോർത്തു. ശ്രുതിക്ക് പേടിയുണ്ടോ? ചെറുതായിട്ട്. എന്തിന്? എന്നെ നിനക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. പിന്നെ ഈ കമ്പനി, നീ ജനിച്ചു വളർന്നത് ഇവിടെയാണെന്നുള്ളത് പോലെ തന്നെയായിരുന്നില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നത്? ദർശൻ പറയുന്നത് കേട്ട് ശ്രുതിക്ക് ചിരി വന്നു. അവൾ ചോദിക്കുന്നത്, പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ ദർശൻ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ എങ്ങനെ നിൽക്കുമെന്നാ? കുറച്ചുനാൾ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആവേണ്ടേ എന്ന്. ശ്രുതിക്കടുത്തിരിക്കുന്ന അവളുടെ അച്ഛൻ സഹദേവനാണ് അതിനുള്ള മറുപടി കൊടുത്തത്. എന്തിന്? എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒപ്പമല്ലേ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ അങ്ങ് എക്സ്പീരിയൻസ് ആയിക്കോളും. സത്യത്തിൽ ഇവളുടെ പഠിപ്പ് കഴിഞ്ഞതും ജോലി നോക്കുന്നുണ്ടെന്നും അങ്കിൾ വന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട്സിലേക്ക് നോക്കാമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അപ്പോഴാണ് എൻ്റെ അസിസ്റ്റന്റിന് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നത്. ആ കുട്ടിക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല അങ്കിൾ. ദീപ്തിയുടെ ഹസ്ബൻഡ് കാനഡയിൽ ജോലി കിട്ടി. അവളും കൂടെ പോകണമല്ലോ. എക്സ്ക്യൂസ് മീ സാർ. യെസ് സാർ, ഒരു പെൺകുട്ടി സാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോയിൻമെൻ്റ് എടുത്തതാണോ? അല്ല സാർ, അറിയാവുന്ന കുട്ടിയാ. അത്യാവശ്യമാണെന്ന് പറയുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ സാർ. അപ്പോൾ ശരി, മൺഡേ ജോയിൻ ചെയ്യാൻ വന്നോളൂ. ഓക്കെ സാർ. ചിരിയോടെ ശ്രുതി എഴുന്നേറ്റു. പക്ഷേ സഹദേവൻ ഒരു പരിങ്ങലോടെ അവിടെ തന്നെ നിന്നു. എന്താ അങ്കിൾ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അയാളുടെ മുഖം കണ്ട് സംശയത്തോടെ ദർശൻ ചോദിച്ചു. അത് പിന്നെ സുഭാഷ് പറഞ്ഞു പുതിയതായി എടുത്ത ബിൽഡിങ്ങിലെ സൂപ്പർ മാർക്കറ്റിൻ്റെ ചുമതല അവനെയാണ് ഏൽപ്പിച്ചതെന്ന്. അതെ,
അതിപ്പോൾ നോക്കി നടത്തുന്ന പയ്യൻ അതിൻ്റെ പണ്ടത്തെ ഓണറിൻ്റെ തന്നെ ഒരു ബന്ധുവാണ്. അവർ അയാൾക്ക് ദുബായിൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പോകുന്നത് വരെ സുഭാഷേട്ടന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ആ പയ്യനോട്. അല്ല, അവനെക്കൊണ്ട് അതൊക്കെ പറ്റും. അങ്ങനെ വിശ്വസിക്കങ്ങൾ. ചെറുപ്പത്തിൽ ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ ഇത്രയും നാൾ ചേട്ടനെ കൂട്ടിലിട്ട പോലെയല്ലേ വളർത്തിയത്. ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ? ഇനി ആളും ഒറ്റയ്ക്കൊന്ന് പറക്കട്ടെ. ഞാനും ഈ കാര്യം ഏൽപ്പിച്ചപ്പോൾ എത്ര ഉത്സാഹത്തോടെ ആണെന്നറിയോ ഓടി നടക്കുന്നത്. അതങ്ങനെ തന്നെ പോട്ടെ അങ്കിൾ. വേണമെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരാളെ കൂടി നമുക്ക് സഹായത്തിന് നിർത്താം. പിന്നെ വേറെയും സ്റ്റാഫുകളുണ്ടല്ലോ അവിടെ. സാറിന് കുഴപ്പമില്ലെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എന്നാ ശരി. അവർ പോയി കഴിഞ്ഞ് അത്യാവശ്യമായി അയക്കേണ്ടിയിരുന്ന ഒരു മെയിൽ കൂടി അയച്ചതിന് ശേഷം ദർശൻ ഫോണെടുത്ത് തന്നെ കാത്തിരിക്കുന്ന പെൺകുട്ടിയെ അകത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുന്നത് കേട്ടു. അവൻ അകത്തേക്ക് കയറുവാൻ അനുവാദം കൊടുത്തു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ പെൺകുട്ടിയെ കണ്ട് അവനൊന്ന് ഞെട്ടി. അഭിനയ. ദർശൻ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് ഒരു ചിരിയോടെ അവൾ അവനെ നോക്കി. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒന്ന് നോക്കിയതല്ലാതെ പ്രത്യേകിച്ച് മറുപടിയൊന്നും അവൻ കൊടുത്തില്ല. ഞാൻ ദർശനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. അത് പിന്നെ ആരാ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനായിരിക്കുമെന്ന്. ഞാനിപ്പോൾ കുറച്ച് ബിസിയാ. നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ? അമ്പിയും അച്ഛനും വന്ന് സംസാരിച്ചതിൻ്റെ ബാക്കി പറയാനാണോ എന്നൊരു ഭയം അവനുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ദർശൻ. കുറച്ചു നേരം മതി എനിക്ക്. പക്വതയില്ലാത്ത പ്രായത്തിൽ അറിഞ്ഞുമറിയാതെയും കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എനിക്ക്. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ദർശനെ. എനിക്കറിയാം. അതിനെല്ലാം മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ വന്നത്. ഇന്ന് രാവിലെ അച്ഛനും ചേട്ടനും വന്നതാണല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദേഷ്യമൊന്നുമില്ലെന്ന്. ദർശൻ അങ്ങനെയേ പറയൂ എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് നേരിട്ട് പറയണം ദർശനോട് മാപ്പ്. മാത്രല്ല, അന്ന് യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് താൻ അറിയുക കൂടി വേണം. പ്ലീസ്, അധിക സമയം എടുക്കാതെ ഞാൻ പൊയ്ക്കോളാം. നാടകീയമായ സംഭാഷണങ്ങൾക്കൊപ്പം രണ്ടിറ്റ് കണ്ണുനീർ കൂടിയായപ്പോൾ കൊള്ളേണ്ടതുപോലെ തന്നെ കൊണ്ടു. താൻ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം ദർശൻ ഓർമ്മ കാണുമല്ലോ. സെക്കൻഡ് ഇയർ സീനിയേഴ്സിൻ്റെ റാഗിങ്. അത് കൂടി വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്ന സീനിയേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ആദ്യമായി ദർശനെ കാണുന്നത്. എനിക്ക് മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സിനും അന്നു മുതലേ ദർശനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് എനിക്ക് കിട്ടിയത് ദർശനെ പ്രപ്പോസ് ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നല്ലോ. അതോടുകൂടി ഫ്രണ്ട്സിനിടയിലുള്ള കളിയാക്കലുകൾ കൂടി ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലും ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. എല്ലാവരുടെയും പ്രോത്സാഹനം കൂടി ആയപ്പോഴാണ് ഞാൻ അന്ന് വന്ന് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ദർശൻ പെട്ടെന്ന് നോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അതൊരു ഇൻസൾട്ട് പോലെ തോന്നിയപ്പോഴാണ് ദേഷ്യപ്പെട്ടതും അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതും. അതിൻ്റെ വാശിയിലാണ് പലപ്പോഴും ഞാൻ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്നത്. പക്ഷേ അപ്പോഴും മനസ്സിലൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അന്ന് നിങ്ങളുടെ സെൻഡ് ഓഫിൻ്റെ അന്ന് നടന്ന കാര്യത്തിൽ ദർശനെ പോലെ തന്നെ ഞാനും നിരപരാധിയാണ്. എന്ന് വെച്ചാൽ താനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന 3 ബോയ്സില്ലേ, അവരാണ് ഇതെല്ലാം ഒപ്പിച്ചത്. അന്ന് നിങ്ങളുടെ സെൻഡ് ഓഫിൻ്റെ അന്ന് എനിക്ക് കുടിക്കാൻ തന്നത് ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ആയിരുന്നു. ദർശനെ പറ്റിച്ച് ക്ലാസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയതുപോലെ തന്നെ എന്നോടും ദർശൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. തന്നെ കണ്ട സന്തോഷത്തിലും ഒപ്പം ആൽക്കഹോൾ തലയ്ക്ക് പിടിച്ചതുകൊണ്ടും അതായിരിക്കും ഞാനൊന്ന് ഓടി വന്ന് ഹഗ് ചെയ്തതും കിസ് ചെയ്തതുമെല്ലാം. പക്ഷേ കണ്ടുവന്ന എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. എന്നിട്ടെന്താ ഇതൊന്നും അന്ന് പറയാതിരുന്നത്? എല്ലാം ചെയ്തത് എൻ്റെ ഫ്രണ്ട്സല്ലേ ദർശൻ. മാത്രല്ല, അവരിതെല്ലാം ചെയ്തത് ദ്രോഹിക്കാൻ വേണ്ടിയല്ല, സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോഴും ഇതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ പോകുന്ന ആളല്ലേ ദർശൻ. അതുകൊണ്ട് ദർശൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും താനിതെല്ലാം തുറന്നു പറഞ്ഞത് നന്നായി. ദേഷ്യമൊന്നുമില്ലെങ്കിലും ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതും ഇതോടുകൂടി മാറിക്കിട്ടിയില്ലേ? പ്രത്യേകിച്ച് നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു. അച്ഛനും ചേട്ടനും ഇന്ന് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചില്ലേ എനിക്ക് വേണ്ടി. ഞാൻ അറിയാതെയാ അവർ വന്നത്. എല്ലാം കേട്ടപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടിനും നന്നായിട്ട്. അതൊന്നും വേണ്ടായിരുന്നു. അവർക്ക് മനസ്സിൽ തോന്നിയത് അവർ തുറന്നു ചോദിച്ചു. അതിലിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എന്തായാലും എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. തെറ്റിദ്ധാരണകളൊക്കെ മാറിയല്ലോ.
അപ്പോൾ നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കാം. അതിന് തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ അവർ നടത്തുള്ളൂ. അത് അത് എപ്പോഴായാലും അടിച്ചു പൊളിക്കാം. ശരി, അപ്പോൾ കാണാം. ഇനിയും സംസാരിച്ച് ഞാൻ ദർശൻ്റെ സമയം കളയുന്നില്ല. ഒരു മഴ പെയ്ത് തോർന്നതുപോലെ ഒരു സമാധാനം ദർശനം തോന്നി. അവൻ അപ്പോൾ തന്നെ നിഖിലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോഴാടാ എനിക്കും സമാധാനമായത്. സത്യത്തിൽ അവളെ കണ്ടതു മുതൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. പിന്നെ ദേവിമോളുടെ കാര്യം ആലോചിച്ചിട്ടാ ഇപ്പോൾ സമാധാനമായി. നിഖിലെന്തോ അഭിനയ പറഞ്ഞതൊന്നും പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ദർശൻ്റെ മനസ്സിന് അത് സമാധാനം കൊടുക്കുമെന്നോർത്ത് അവനൊന്നും മിണ്ടിയില്ല. അപ്പോൾ നിന്റെ റൂട്ടൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി സമയം പോലെ നീ ചെന്ന് അഭിരാമിയോട് നിന്റെ ഇഷ്ടം തുറന്നു പറ. ഇരുന്നിരുന്ന ചെയറിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് കയ്യിലിരുന്ന പെൺ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് ആ രംഗമൊന്ന് ദർശൻ മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. ഹലോ മോനെ, സ്വപ്നലോകത്തേക്ക് പോയോ? പിന്നെയും കുറേ നേരത്തെ അവരുടെ സംസാരം നീണ്ടു. പറഞ്ഞ ദിവസം തന്നെ അമ്പിയും വീട്ടുകാരും ദർശൻ്റെ വീട്ടിലേക്ക് വന്നു. ആമി പറഞ്ഞ പോലെ തന്നെ അവളെ കൊണ്ടുപോയില്ല. അഭിനയുടെ കല്യാണം കഴിഞ്ഞ് അമ്പിയുടെയും ദേവിയുടെയും കല്യാണം നടത്താമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. വീട്ടുകാരുടെ ഒപ്പം അഭിരാമി കൂടി വരുമെന്ന പ്രതീക്ഷയിലായിരുന്ന ദർശനും കല്ലുവും. അന്ന് ആമി വീട്ടിൽ വന്നപ്പോൾ അവൾ സ്കൂളിൽ പോയതുകൊണ്ട് അവൾക്ക് അഭിരാമിയെ കാണാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ വിഷമത്തിലാണ് അവൾ. ദർശനാണെങ്കിൽ ഒരിക്കൽ കൂടി അവളെ കാണാമല്ലോ എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. ഒരാഴ്ച സാധാരണ പോലെ കടന്നുപോയി. അതിനിടയ്ക്ക് ആമിയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം കല്ലു ചെറിയ പ്രതിഷേധത്തോടെ കാണിച്ചു തുടങ്ങി. ഒരിക്കൽ കൂടി അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ദർശനം ആ പ്രതീക്ഷകളെ ആളിക്കത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ദേവി തന്നെ മുൻകൈയെടുത്ത് ആമിയെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചു. ഹായ്, ആമി ചേച്ചിയല്ലേ? വാതിൽ തുറന്നതും ആമിയെ കണ്ട് എല്ലാവരും പറഞ്ഞ ഒരു ഊഹം വെച്ച് കല്ല് ചോദിച്ചു. അതെ, കല്യാണിയല്ലേ? ആമി തിരിച്ചും ചോദിച്ചു. എന്നെ എങ്ങനെ മനസ്സിലായി? എന്നെ മനസ്സിലായതുപോലെ എനിക്കും മനസ്സിലായി. അകത്തേക്ക് വാ, എല്ലാവരും കാത്തിരിക്കുകയാ ചേച്ചിയെ. അകത്തേക്ക് കയറിയപ്പോൾ കല്ല് പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണെന്ന് ആമിക്കും മനസ്സിലായി. കുറേ നേരം അവൾ എല്ലാവരോടുമായി സംസാരിച്ചിരുന്നു. ചേച്ചി, ദേവി ചേച്ചിക്ക് അപ്പുറത്തൊരു സ്പെഷ്യൽ ഗാർഡൻ കൂടിയുണ്ട്. ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല, അതെവിടെയാ? അപ്പുറത്ത്. വാ ചേച്ചി, നമുക്ക് പോയി കാണാം. ദർശനെ കൂടി വിളിച്ച് അവർ 4 പേരുമായി അങ്ങോട്ടേക്ക് പോയി. ആമയ്ക്ക് അവിടം ഒരുപാട് ഇഷ്ടമായി. അവൾ പൂക്കളെയും ചെടികളെയും ഭംഗി ആസ്വദിക്കുന്നിടയ്ക്ക് ദേവി കല്ലുവും പതുക്കെ അവിടെ നിന്ന് മാറിക്കൊടുത്തു. ദർശനും ആമയ്ക്കുമായി. മുറിവ് പെട്ടെന്ന് ഉണങ്ങിയായിരുന്നോ അന്ന്? ഒരു കുല പോലെ വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന റോസാപ്പൂക്കൾക്ക് അടുത്തേക്ക് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു ആമി. ദർശൻ്റെ ചോദ്യം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. താനും ദർശനും അല്ലാതെ വേറെ ആരും അവിടെയില്ലെന്ന് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. എന്താ ചോദിച്ചത്? അല്ല, അന്നുണ്ടായ മുറിവ് പെട്ടെന്ന് ഉണങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചതാ. ബെസ്റ്റ്, 3 വർഷം കഴിഞ്ഞിട്ടാണോ മുറിവ് ഉണങ്ങിയോ എന്ന് ചോദിക്കുന്നത്? അന്ന് കണ്ടതിൽ പിന്നെ ഇപ്പോഴല്ലേ ആളെ കണ്ടുകിട്ടിയത്. അതുകൊണ്ടാ ഇപ്പോൾ ചോദിച്ചത്. മുറിവൊക്കെ വേഗം ഉണങ്ങി. പക്ഷേ അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മായാതെ മനസ്സിലുണ്ട്. മതിലിന് അരികിലായി വിരിഞ്ഞു നിൽക്കുന്ന പാരിജാത പൂക്കളിൽ തഴുകിക്കൊണ്ട് അല്പം നാണത്തോടെ ആമി പറഞ്ഞു. അതെന്താ അങ്ങനെ? അവളിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ. ആമിയൊന്ന് നിർത്തി. അത് പിന്നെ. ദർശൻ്റെ ശ്വാസം ആമിയുടെ കവളിൽ തട്ടിയപ്പോൾ അവളൊന്ന് വിറച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളും പിടയുന്ന കണ്ണുകളോടെയും തന്നെ നോക്കുന്നവളെ ഒരു കൗതുകത്തോടെ അവന് നോക്കി. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ല കാര്യമല്ലേ? അവനിൽ നിന്നും തിരിഞ്ഞു നിന്ന് കണ്ണടച്ച് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് ഇടം കണ്ണിട്ട് ആമി ദർശനെ നോക്കി. കാറ്റൂതിവിട്ട ബലൂൺ പോലെയായിരുന്നു അന്നേരം അവൻ്റെ മുഖം. അത് കണ്ട് ആമി ചിരി അടക്കി പിടിച്ചു നിന്നു. ഈ പെണ്ണ്! ചൂണ്ടുവിരൽ കൊണ്ട് ചെവി തിരുമ്മി ആമി കേൾക്കാത്ത രീതിയിൽ ദർശൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ജോലി നോക്കുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. പിന്തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവൾ കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവളെ ഇടിക്കുന്നത് പോലെയൊരു ആക്ഷൻ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജോലി നോക്കണം. ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചവരെ ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ആവശ്യമുണ്ട്. ഞാൻ അറിഞ്ഞിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാ ഞങ്ങളും ഇരിക്കുന്നത്. എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന കുട്ടിയില്ലേ സ്വാതി, അവളുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ശ്രീനിവാസൻ സാർ. സാറ് പറഞ്ഞാ ഞങ്ങൾ അറിഞ്ഞത്. ഓ, ശ്രീനിവാസൻ, എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ലേബേഴ്സിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ആള് വഴിയാണ്. സത്യത്തിൽ ഈ ശ്രീനിവാസൻ സാർ പറഞ്ഞറിഞ്ഞ് നിങ്ങളുടെ കമ്പനിയിലാണ് ഞങ്ങൾ ആദ്യം പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിട്ടെന്തേ അങ്ങോട്ട് വരാനുള്ള വണ്ടി കിട്ടിയില്ലേ?
ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ 4 ഫ്രണ്ട്സ് അവിടെ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്ന് വന്ന് കണ്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ 2 പേരെ കൂടി പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചേനെ. അതിന് എനിക്കറിയില്ലായിരുന്നല്ലോ ഈ ഈ ആളാണ് ആ കമ്പനിയുടെ ഓണർ എന്ന്. അറിഞ്ഞിരുന്നുവെങ്കിൽ. ആമിയുടെ തൊട്ടു പിന്നാലെയായി തന്നെ വന്നു നിന്നുകൊണ്ട് അവളുടെ വലത്തെ തോളിന് മുകളിലായി കൈനീട്ടി മതിലിന് മുകളിലായി വെച്ചിരുന്ന പെൻറ്റൂണിയുടെ വാടിയ പൂക്കൾ എടുത്തു പറിച്ച് കളഞ്ഞുകൊണ്ട് ദർശൻ ചോദിച്ചു. മറ്റേ കൈയും ഇടത്തുവശത്തു കൂടി മതിലിലേക്ക് തന്നെ അവൻ ചേർത്ത് പിടിച്ചു. പുറകിൽ നിന്ന് നോക്കുന്നവർക്ക് ആമിയെ പുറകിൽ നിന്ന് ദർശൻ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. എൻ്റെ ചേച്ചി, ഇവർ ഇത്രത്തോളമൊക്കെ എത്തിയോ? സോ ഫാസ്റ്റ്. ദേവിയും കല്ലുവും അവിടേക്ക് വന്നപ്പോൾ കണ്ടത് ഈ രംഗമാണ്. എൻ്റെ കല്ലു, കണ്ടുമുട്ടിയത് ഇപ്പോഴാണെങ്കിലും ഏട്ടൻ ആമിയെ 3 വർഷത്തോളമായി മനസ്സിൽ കൊണ്ട് നടക്കുമല്ലേ? ആമി ചേച്ചിയും തിരിച്ച് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അല്ലാതെ ഇത്രയും വേഗം ഇവിടെ വരെയും എത്തില്ലല്ലോ. ഈ പെണ്ണ്, നീ ഇങ്ങ് വന്നേ. ദേവി കല്ലുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ഇനി നീയൊന്ന് ഉച്ചത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. നമ്മളെ ഇപ്പോൾ വന്നേയുള്ളൂ എന്ന് അവർക്ക് തോന്നാൻ പാടുള്ളൂ. ഓഹ്, ഈ ദേവി ചേച്ചിയുടെ ഒരു ബുദ്ധി. പറഞ്ഞിട്ട് കാര്യമില്ല. 3 വർഷത്തോളം പ്രണയം ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്ന ആളല്ലേ ദേവി ചേച്ചി. മുകളിലുള്ള ചെടികൾ കൂടി നമുക്ക് കാട്ടിക്കൊടുക്കണ്ടേ ആമി ചേച്ചിക്ക്? ആമിയും ദർശനും കേൾക്കുവാനായി കല്ല് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ദർശൻ അല്പം കൂടി പിന്നിലേക്കും ആമി മറുവശത്തേക്കുമായി നീങ്ങി നിന്നു. പിന്നെയും കുറേ നേരം അവർക്കൊപ്പം ചെലവഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ആമി അവിടെ നിന്നും പോന്നത്. പോകുന്ന സമയം അവൾ ദർശനെ നോക്കി. മനസ്സ് നിറയെ പ്രണയത്തോടെ അവനും അന്നേരം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പോകാനായി മുറ്റത്തേക്കിറങ്ങിയ ആമിക്ക് പുറകിലായി അവളെ യാത്രയാക്കാനായി ഹരിദാസും രാധികയും മാലതിയും അടക്കം എല്ലാവരും വന്നു നിന്നു. വണ്ടിയിൽ കയറി തിരിഞ്ഞു നോക്കിയ ആമി കണ്ടു തന്നെ ഒരുപാട് സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നവരെ. അന്നേരം അവൾ അറിഞ്ഞില്ല, ഇനിയുള്ള കൂടിക്കാഴ്ചകളെല്ലാം ഇപ്പോൾ സ്നേഹത്തോടെ നോക്കുന്ന ആ കണ്ണുകളിൽ തനിക്കായി വെറുപ്പും ദേഷ്യവും മാത്രമായിരിക്കുമെന്ന്.